ഉത്രം. ദാനധർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരിക്കലും ഒന്നിലും തെറ്റുപറ്റാറില്ലെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നവരെയാണ് ഇവർക്കിഷ്ടം. വിമർശനങ്ങൾ കേൾക്കുവാനുള്ള ശക്തി ഇവർക്കില്ല. മനോഹരമായ ശരീരത്തോടു കൂടിയവനും കീർത്തിയുള്ളവനുമായി ഭവിക്കുന്ന ഉത്രം നക്ഷത്ര ജാതർ അന്യരെ സഹായിക്കുവാൻ സന്മനസ്സുള്ളവരായിരിക്കും. ഈശ്വരവിശ്വാസികളായിരിക്കും. ക്ഷമാശീലം കുറവാണ്. അസത്യങ്ങൾ പറയുവാൻ അതിസമർത്ഥരാണ്. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് മറ്റുള്ളവരോട് അടുക്കുന്നത്. എന്തെങ്കിലും പ്രയോജനമില്ലാത്തവരോട് ഇവർ സൗഹൃദം പങ്കിടാറില്ല. പൊതുജനസേവന രംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നു. അതിലൂടെ നേട്ടങ്ങളുണ്ടാക്കുവാൻ സമർത്ഥരാണ്. ബുദ്ധിപരമായ പ്രവൃത്തികളിൽ ഇവർ മുൻപന്തിയിലാണ്. ധാരാളം ശിഷ്യന്മാരോ അനുയായികളോ ഇവർക്കുണ്ടാകാറുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരിക്കും. ഭാര്യ അനുകൂലയായിരിക്കും. സംസാരത്തിലൂടെ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തും. ക്ഷിപ്രകോപികളാണ്. ഈ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും സുഖലോലുപന്മാരായിരിക്കും. ശത്രുക്കളെ തോൽപ്പിക്കുന്നവരും സുന്ദരികളും ഔദ്യോഗിക രംഗത്തും ഗ്രഹഭരണത്തിലും ശോഭിക്കുന്നവരുമായ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആകർഷണീയമായ ശരീരം കൊണ്ടും അനുഗ്രഹീതരായിരിക്കും. സമാധാനപ്രിയരാണ്. ഇവരുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. ഉത്രം നക്ഷത്രത്തിൻ്റെ ദേവത ഭഗനാണ്. ഗണം മാനുഷം, യോനി പുരുഷൻ, മൃഗം ഒട്ടകം, ഭൂതം അഗ്നി, പക്ഷി കാക്ക, വൃക്ഷം ഇത്തി. ആദിത്യദശയിലാണ് ജനനം. തുടർന്ന് ചന്ദ്രദശ 10, ചൊവ്വാദശ 7, രാഹുദശ 18, വ്യാഴദശ 16, ശനിദശ 19, ബുധദശ 17, കേതുദശ 7, ശുക്രദശ 20 എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും. ഉത്തരത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ചിത്തിര, വിശാഖം, കേട്ട എന്നീ നക്ഷത്രങ്ങളും, ഉത്തരം ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് പൂരുരുട്ടാതി 4-ാം പാദം, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളും, ഉത്തരം കന്നിക്കൂറിൽ ജനിച്ചവർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാകയാൽ ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഉത്തരം നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ വിവാഹം, യാത്ര, ഗ്രഹാരംഭം, ഗൃഹപ്രവേശം, ക്രയവിക്രയം, ആഭരണധാരണം, ഉപനയനം എന്നിവയാണ്. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഇവയാണ്. ഉത്രം കാൽ ചിങ്ങക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, അനിഴം, തൃക്കേട്ട, അവിട്ടം അന്ത്യപകുതി, ചതയം എന്നിവ. ഉത്രം മുക്കാൽ കന്നിക്കൂറിന് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, അനിഴം, ചോതി, ഉത്രട്ടാതി, രേവതി എന്നിവ. ഉത്തരം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ സൂര്യനാകയാൽ മാണിക്യം ധരിക്കാവുന്നതാണ്. 2026 വർഷത്തെ ഫലങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. കർമ്മരംഗത്ത് ഉയർച്ച, കീർത്തി എന്നിവ നേടിയെടുക്കും. ഏറ്റെടുത്ത ചുമതലകൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റും. കലാകാരന്മാർക്ക് അവാർഡുകൾ കിട്ടുവാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ മൂലം നഷ്ടം സംഭവിക്കുവാൻ സാധ്യത കാണുന്നു. ജോലിയിൽ എതിരാളികളുടെ കടന്നുകയറ്റം പ്രതീക്ഷിക്കാം. വ്യവസായികൾ തൊഴിൽ തർക്കത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരും. സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരുന്ന തുക ചെലവാക്കേണ്ടതായി വരും. ഇഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കുവാൻ സാധ്യത. ഉപരിപഠനത്തിനായുള്ള മത്സര പരീക്ഷയിൽ പങ്കെടുക്കും. പരിഹാരം: ഭഗവതിയെ പൂജിക്കുകയും ഭജിക്കുകയും ചെയ്യുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ. ഉദ്യോഗലബ്ധിയും അഭീഷ്ടകാര്യലാഭവും ഉണ്ടാകും. ജോലിഭാരം ക്രമത്തിലധികം വർദ്ധിക്കുമെങ്കിലും കഠിന പരിശ്രമത്തിലൂടെ അവയെ നേരിടും. സാമ്പത്തികമായി ഉയർച്ച കാണുന്നു. ഗ്രഹം സ്വന്തമാക്കുവാൻ സാധിക്കും. വ്യാപാരത്തിൽ പുരോഗതിയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും. സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കും. ജോലിയിൽ ചില്ലറ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഉന്നത വ്യക്തികളുടെ സൗഹൃദം ഗുണം ചെയ്യും. രാഷ്ട്രീയക്കാർക്ക് നല്ല സമയമാണ്. കലാകാരന്മാർക്ക് മുൻപത്തേക്കാൾ അവസരങ്ങൾ വന്നു ചേരും. പിതാവിൻ്റെ ചികിത്സയ്ക്കായി പണം ചെലവാക്കേണ്ടതായി വരും. പരിഹാരം: ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഫലപ്രാപ്തിയിലെത്തും. കുടുംബത്തിൻ്റെ സന്തോഷത്തിനായി യാത്രകളിൽ ഏർപ്പെടും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ താൽപ്പര്യം കാണിക്കും. കർമ്മമേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ കുറവ് വന്നേക്കാം. കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും. ഗുരുജനങ്ങളുടെ അനുഗ്രഹാശിസ്സുകൾക്കുടമയാകും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്.
പൂർവകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. സ്ത്രീജനങ്ങൾ മൂലം അപവാദം കേൾക്കും. മാതാപിതാക്കൾക്ക് രോഗപീഠ. പരിഹാരം: ശിവന് ധാര നടത്തുക. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. വരുമാനത്തിൽ കുറവ് അനുഭവപ്പെടും. കൂട്ടു ബിസിനസ്സിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. കൃഷി കൂടുതൽ വിപുലീകരിക്കും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ അഭിമുഖീകരിക്കും. മനസ്സിന് തൃപ്തി വന്ന ഭൂമി സ്വന്തമാക്കും. രോഗങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. കളവ് മുതൽ തിരികെ ലഭിക്കും. വിദേശയാത്രയ്ക്ക് തടസ്സം നേരിടും. സന്താനങ്ങളുടെ രോഗം മനസ്സിനെ അലട്ടും. ക്രയവിക്രയം നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ജോലിഭാരം അധികരിക്കുന്നതിനാൽ ജോലി വേണ്ടെന്ന് വയ്ക്കുവാനുള്ള തീരുമാനം എടുക്കുമെങ്കിലും സുഹൃത്തുക്കളുടെ ഉപദേശത്താൽ തീരുമാനം വേണ്ടെന്ന് വയ്ക്കും. അത് ഗുണമായിത്തീരും. ഭയം മനസ്സിനെ അലട്ടും. പരിഹാരം: ദേവിക്ക് കടും പായസം നടത്തുക.